ബിക്കിനി എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്യൂമാണ്, ഇന്നേഴ്സ് ആണ്. ആ ഇന്നേഴ്സ് ഇടുന്നതിന് നമ്മൾ എന്നാത്തിനും മടി കാണിക്കണം? നെഗറ്റീവിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ പോസിറ്റീവാണ് മെയിൻ നോക്കുന്നതെന്ന് പറയുന്നത്. ആപ്പിലാണ് നമ്മൾ കണ്ടന്റുകൾ വിൽക്കുന്നതെന്ന് പറയുന്നത് മോശമായിട്ടൊരു ആപ്പല്ല. നമ്മുടെ ഇവിടെ കൊടുക്കുന്ന കണ്ടന്റുകൾ അവിടെ ചിലപ്പം ന്യൂഡായിരിക്കാം. കാരണം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ജീവിതം മുൻപോട്ട് പോകാൻ പറ്റില്ല. ഇതെൻ്റെ പെറ്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഷൂട്ടിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിളിച്ചു മേഡം പോകും. എങ്ങോട്ട് വിളിച്ചാല്? പടത്തിലേക്ക് അഭിനയിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു വേറെന്താണ് വിളിച്ചാല്. ഹായ്, നമസ്കാരം. നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. വേറെ ആരല്ല, നമ്മുടെ മേഡം ഗൗരി സിജി മാറ്റിയാണ്. നമസ്കാരം മേഡത്തിന്. ഈ രേണുസുദിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ രേണുസുദിനെ കുറിച്ച് എന്താണ് പറയുന്നത്? പുള്ളിക്കാരത്തി ഷൂട്ട് ചെയ്യുന്നു, നല്ല നല്ല വർക്കുകൾ, ഷോർട്ട് ഫിലിം, അങ്ങനെ കുറേ. അല്ല, എന്നാലും കുറച്ച് നല്ല അഭിപ്രായം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിതായ ഇഷ്ടത്തിന് പുള്ളിക്കാരത്തി ജീവിക്കണു. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് പുള്ളിക്കാരത്തെ നോക്കണില്ല. നെഗറ്റീവിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ പോസിറ്റീവാണ് മെയിൻ നോക്കുന്നതെന്ന് പറയുന്നത്. കാരണം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ജീവിതം മുൻപോട്ട് പോകാൻ പറ്റില്ല. അപ്പം പുള്ളിക്കാരത്തിയുടെ ഇഷ്ടത്തിനാണ് ജീവിക്കണത്. അവരവരുടേതായ വ്യക്തിപരമായ ഇതിൽ നിൽക്കണം. അതുപോലെ തന്നെ അവരുടെ ഒരു സ്പ്രേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ടായില്ലേ, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിന്റെ മണം അത് പുള്ളിക്കാരത്തേക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ റിജക്ഷൻ ചെയ്തു. ഭയങ്കര സ്മെല്ല് ഇഷ്ടമാണെന്ന് തന്നെ പറഞ്ഞത്. പുള്ളിക്കാരത്തി അത് എപ്പോഴും പെർഫ്യൂം അടിച്ചു നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് പറയുന്നത്. അത് നമ്മുടെ സോഷ്യൽ മീഡിയകളാണ് വളച്ച് ഒടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകൾ പറയുന്നതിനെ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്കാരത്തി എന്താണോ പറഞ്ഞത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് സ്ഥിരം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പെർഫ്യൂമിൻ്റെ മൂല്യം കുറയും. കാരണം അത് ഇത്ര ക്വാണ്ടിറ്റി ഉള്ള സാധനമായിരിക്കും. അത് ഡെയിലി നമുക്ക് അടിച്ച് നടക്കാൻ പറ്റില്ല. പിന്നെ പുള്ളിക്കാരത്തിയുടെ അത് സൂക്ഷിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് ആ പെർഫ്യൂം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എപ്പോഴും ഡെയിലി പോകുമ്പോൾ അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് ആ പെർഫ്യൂം തീർന്നു കഴിയുമ്പോൾ പിന്നെ ആരെങ്കിലും അത് മേടിച്ചുകൊണ്ട് കൊടുക്കുമോ? ഇല്ല. സ്വാഭാവികമായിട്ട് നമുക്ക് മനുഷ്യർക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അത് പെർഫ്യൂം ഒരു വാടയാണെന്നോ വേറൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തേക്ക് ആ സ്മെല്ല് എപ്പോഴും കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ വിയർപ്പിൻ്റെ മണം നമ്മൾ ഇഷ്ടപ്പെടുമോ? സ്വാഭാവികമായിട്ട് സംസാരിക്കുന്നത്. അതിനെ തെറ്റിദ്ധാരണയിൽ ആൾക്കാരെടുത്ത് വളച്ചൊടിക്കുന്നതിനോട് എനിക്കത് വലിയൊരു ഇതില്ല പറയാൻ. തന്നെ ഈ ലെസ്ബിയൻ ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു ആദ്യത്തെ? ലെസ്ബിയൻ ഷൂട്ട് എന്ന് പറയുമ്പം ഞാൻ ഒരുപാട് 2-3 പേരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് നല്ല അഭിപ്രായമാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത്, ഞാൻ ഈ രേണുസുധിയുടെ കാര്യം പറഞ്ഞതുപോലെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ നോക്കാറില്ല. അതെ, പുള്ളിക്കാരത്തിലൂടെ ഷൂട്ട് ചെയ്തു. നമ്മൾ ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ ചെന്നു, ഷൂട്ട് കഴിഞ്ഞു. നമ്മൾ വരുന്നിടം വരെ നല്ലൊരു ഇതാണ്, ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളിക്കാരൻ ആളെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഒരു പ്രൊഫഷണൽ മോഡലാണ്. പിന്നെ മൂവികളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ തമ്മിൽ ഒരു ഇതില്ല. ഞങ്ങൾ രണ്ടും ഒരു ഇതിലായിട്ട് പോയാലല്ലേ ഞങ്ങളുടെ ഷൂട്ട് നടക്കുള്ളൂ. എന്നോട് പുള്ളിക്കാരത്തി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തു, പോയി വർക്ക് ചെയ്തിട്ട് എന്നോട് വീട്ടിൽ വന്നു, എൻ്റെതായ ഇതിൽ ഞാൻ പോണു. പുള്ളിക്കാരത്തിയുടെ വർക്ക് കാര്യങ്ങൾ അങ്ങനെ പോണു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതെ. പുള്ളിക്കാരത്തിയുടെ കുറെ കണ്ടന്റുകൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തിയുടെ കൂടെ 2 വർക്ക് ചെയ്തു. കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഒരു വർക്കിന് എന്നെ വിളിച്ചിട്ടുണ്ട്. വെബ് സീരീസ് ആണ് അത്. ഓക്കെ ആയി വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ, നല്ല വെബ് സീരീസുകളിൽ അവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഫിലിമില് ഞാനിപ്പം ഓൾറെഡി ഞാൻ നോക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല അവസരങ്ങൾ കിട്ടിയാൽ നോക്കും. നല്ല ഫിലിം കിട്ടിയിട്ടുണ്ട് എത്ര? ഞാൻ നല്ല സിനിമകൾ എന്ന് പറയുന്നത് ഞാൻ ഒരാളെ മോശമായിട്ട് ഞാൻ പറയില്ല. ഓൾറെഡി ഒരു 12 മൂവികൾ തട്ടിക്കൂട്ടിയുള്ളതിലൊക്കെ ചെയ്തിട്ടുണ്ട്. 12 മൂവികൾ തമിഴിലും മലയാളത്തിലായിട്ട് ചെയ്തു. പക്ഷെ അതിൽ ചെയ്തതെന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്തത് ദിലീപേട്ടൻ്റെ കൂടെ ടീച്ചർ ക്യാരക്ടർ. അത് ദിലീപേട്ടൻ ഗസ്റ്റ് റോളിൽ വരുന്ന സവാരി എന്ന് പറയുന്ന ഒരു മൂവിയിലാണ് ഞാൻ ചെയ്തത്. മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് സുരാജേട്ടനാണ്. അതിലൊരു ടീച്ചർ ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ 12 ഏറ്റവും കൂടുതലും
ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു? ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. എന്നാലും എനിക്ക് ആ ടീച്ചർ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. ആൾക്കാരിലേക്ക് അത് എത്തി. ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞിട്ട് കൊള്ളാം എന്ന് പറഞ്ഞു. അതൊരു നാട്ടുമ്പുറത്തെ ഒരു ടീച്ചറിന്റെ ഒരു ഇതിലായിരുന്നു ഞാൻ ചെയ്തതെന്ന് പറയുന്നത്. പക്ഷെ നല്ല അനുഭവമായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. എത്ര നാളെ ഈ ഫീൽഡിലേക്ക്? ഇപ്പം അത് എത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ വർഷങ്ങൾ, എല്ലാ ഇന്റർവ്യൂസിലും വർഷങ്ങൾ കണക്കുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇനി വർഷങ്ങൾ പറയുന്നില്ല, കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു മേഖലയിൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓൾറെഡി ഞാനുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ ഫിലിംസിലേക്ക് ഇറങ്ങാൻ നേരത്തെ പ്ലാൻ ഉണ്ടായതാണോ? നേരത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഞാൻ മോഡലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു, അങ്ങനെ വന്നു. മോഡൽ വഴി തന്നെ കയറി പോകും. സിനിമ വഴി മോഡലിംഗ് ഓൾറെഡി ചെയ്യുന്നു. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഫസ്റ്റ് ഒരു ചാൻസ് മൂവിയിലേക്ക് വന്നു. സവാരിയിലാണ് ഓൾറെഡി വന്നത്. അപ്പം ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. യൂട്യൂബിലും അമൃത ചാനൽ OTT ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഓൾറെഡി വന്നിട്ടുള്ള ഒരു മൂവിയാണ്. ആൾക്കാർ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊണ്ടുതരും, ഇത് ചേച്ചിയാണോ എന്നും ചോദിച്ചിട്ട് കൊണ്ടുതരുമായിരുന്നു. ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറിൽ കൊണ്ടുതരും. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. കാരണം നെഗറ്റീവ് എന്ന് പറയുവാൻ അതിൽ ഒരു ഓട്ടിസം ബാധിച്ച കുറേ കുട്ടികളുടെ തൃശ്ശൂർ ഒരു ഓർഫനേജിൻ്റെ ഇതിലുള്ള ഒരു മൂവിയാണ്. അത് ഓട്ടിസം, ഇപ്പം നമ്മുടെ അതിൻ്റെ ഡയറക്ടർ പുള്ളിക്കാരൻ്റെ മക്കൾ 2 പേര് ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളാണ്. അവരുടെ ഒരു മൂവിയായിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഈ ബിക്കിനി ഷോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ വരുമ്പോൾ ഈ റവന്യൂ ഒക്കെ എങ്ങനെയാണ്? ക്യാഷൊക്കെ ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഓൾറെഡി കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു സെല്ലിംഗ് ഗ്രൂപ്പ്. ഈ സെല്ലിംഗ് മീൻസ് ഒരു ആപ്പ് ഉണ്ട്. ആപ്പിലാണ് നമ്മൾ കണ്ടന്റുകൾ വിൽക്കുന്നതെന്ന് പറയുന്നത്. മോശമായിട്ടൊരു ആപ്പല്ല. നമ്മുടെ ഇവിടെ കൊടുക്കുന്ന കണ്ടന്റുകൾ അവിടെ ചിലപ്പം ന്യൂഡായിരിക്കാം. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഏണിംഗ് മണി, സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, റീൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ റീൽസിൽ മണിയുണ്ട്. യൂട്യൂബിൽ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും വരുമാനമുണ്ട്. സോഷ്യൽ മീഡിയകൾ അല്ലാതെ നമ്മൾ മറ്റൊരാൾക്ക് പേയ്മെന്റ് തന്ന് അങ്ങനെ വിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യങ്ങൾക്കൊന്നും ഞാനില്ല. കണ്ടന്റുകൾ സോഫ്റ്റ്വെയറുകളിൽ ഇപ്പം നമ്മൾ മോശമായിട്ടൊരു ഇതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ന്യൂഡ് കണ്ടന്റുകൾ, സെമി കണ്ടന്റുകൾ ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബിക്കിനി കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്നത്? അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ബിക്കിനി നമുക്ക് ഒരാളൊരു പ്രൊഡക്റ്റ് ഇരുന്നതായിരിക്കും. ആ പ്രൊഡക്റ്റ് നമ്മൾ ഒരെണ്ണമായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ സെല്ലിങ് ഇടുന്നത്. നെക്സ്റ്റ് അവർ തന്നെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ ഓൾറെഡി എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് റിയാക്ഷൻ എങ്ങനെയായിരുന്നു? റിയാക്ഷൻ കമന്റുകൾ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ കമന്റുകൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യത്തെ ഒരു ചെയ്യുമ്പോൾ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാത്തിന്? ബിക്കിനി എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്യൂമാണ്, ഇന്നേഴ്സ് ആണ്. ആ ഇന്നേഴ്സ് ഇടുന്നതിന് നമ്മൾ എന്നാത്തിന് മടി കാണിക്കണം? നമ്മൾ വീട്ടിൽ ഓൾറെഡി അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരുപാട് ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയകൾക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്, അല്ലാതെ കമ്പനികൾക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കതൊരു ഒരു മോശ വസ്ത്രം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കണേ, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഡ്രസ്സുകൾ ഇടുന്നത്. അച്ചാച്ചനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. പൊതുവെ എല്ലാവരും കാണാറുണ്ട്. അതിൻ്റെ അകത്ത് അച്ചാച്ചനും അമ്മയ്ക്ക് സോഷ്യൽ മീഡിയയിലുണ്ട്, അച്ഛനില്ല. വാട്സപ്പ് ഓൾറെഡി ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെയൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരുടെ പേരുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്ത് വിടും, സ്വാഭാവികമാണ്. പിന്നെ അച്ഛൻ അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ, ഒരു പാവം മനുഷ്യനാണ്. മോളെ കുറിച്ച് മോശമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യരും പറയില്ല. ബിക്കിനി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മോശം ഒരിതല്ല. അതിൻ്റെ അകത്ത് ഇപ്പോൾ അച്ഛൻ അമ്മയെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അവർക്കൊരു പരിധി വരെ എന്നെ പഠിപ്പിച്ചു വിട്ടു. അപ്പം ഈ ബിക്കിനി ഇടുന്നവരെല്ലാവരും മോശക്കാരെന്ന് ഞാൻ പറയാൻ പറ്റുമോ? കാരണം അതൊരു 2 പീസിലിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അതൊരു മോശമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വസ്ത്രധാരണം നടത്തുന്നു, അത്രയേ ഉള്ളൂ. പഠിപ്പൊക്കെ എങ്ങനെയാണ്? പഠിച്ചു എന്ന് പറയുന്നത് നഴ്സിംഗ് വരെ പഠിച്ചു, ജോലിയായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഞാൻ ബ്യൂട്ടീഷ്യൻ ആവണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പം ഞാൻ നോക്കുന്നത് നെക്സ്റ്റ് ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു, റാമ്പ് വാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവസരങ്ങൾ വന്നു, ഞാൻ അങ്ങനെ വന്നു.
ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ചെയ്യാൻ സമയത്ത് ഈ വീട്ടിൽ എതിർപ്പൊന്നും ഇല്ലല്ലേ? എതിർപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ സ്വാഭാവികമായ ഒരു നാട്ടിൻപുറത്ത് ഒരാൾ ഒരു ബിക്കിനിയൊക്കെ ഇട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ കാണുമ്പോൾ ഇത് എൻ്റെ മോള് നല്ലതാണോ ഇടുന്നതെന്ന് ആരും പറയില്ലല്ലോ, മോശമെന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ നാട്ടുകാരെ മൊത്തം ബോധിപ്പിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? സമൂഹത്തിലുള്ളവരെ മൊത്തം നമുക്ക് ബോധിപ്പിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ എവിടെ പോകുന്നു, ഞാനൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറെ എവിടെ പോയിട്ട് വരുന്നതാണെന്നല്ലേ ആൾക്കാർ പറയത്തുള്ളൂ. ചിലപ്പോൾ നെക്സ്റ്റ് ഒരു സാധനം മേടിക്കാൻ പോകുന്നതായിരിക്കും, അതിന് വേണമെങ്കിൽ പറയും വേറെ എവിടെയെങ്കിലും പോകുന്നത്. അപ്പോൾ ഈ ലോകത്തുള്ളവരെല്ലാം കണ്ടന്റുകൾ ചെയ്യുന്നവരെല്ലാം മോശക്കാരെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, സ്വാഭാവികമാണത്. ഈ 30,000 രൂപ കൊടുത്ത് ചായ കുടിക്കാൻ പറ്റും, അതെന്താ സംഭവം? അതൊന്നും കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂസിൽ പറഞ്ഞതാണ്, ഈ സോഫ്റ്റ്വെയറിൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എൻ്റെ കൂടെ എനിക്കൊരു 5 മിനിറ്റ് ദൈർഘ്യം ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കുന്നതിന് 30,000 രൂപ എന്ന് പറഞ്ഞു. അത് അതിൻ്റെ അകത്ത് ടാക്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ചേട്ടാ എനിക്കൊരു കോഫി കുടിക്കണം, ചേട്ടൻ എൻ്റെ കൂടെ വരുമോ, എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇപ്പം നിങ്ങളൊരു കൊച്ചിനോട് പോയിട്ട് ഇതുപോലെ നമുക്ക് ഇതിന് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിച്ചുകൊണ്ട് വന്ന് ആ കൊച്ചു വരുമോ? ഇല്ല. അപ്പോൾ അവളുടെ വീട്ടിൽ അനുവാദത്തോടെ അല്ലേ വരത്തുള്ളൂ. അപ്പം എനിക്കിട്ട ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വരുവാണെങ്കിൽ 30,000 രൂപ സോഫ്റ്റ്വെയറിൽ ഇതിലിട്ട് കഴിഞ്ഞാൽ ഞാൻ വരും, സ്വാഭാവികമായും പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിനകത്ത് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല, അത് സ്വാഭാവികമല്ലേ. അപ്പം എൻ്റെ കൂടെ ഒരു ചായ കുടിക്കണം, ഗൗരി ചേച്ചി എൻ്റെ ഫാനാണ് അല്ലെങ്കിൽ ഫാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക് നമ്മൾ അവരുടെ കൂടെ രാവിലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡും കഴിച്ച് നമ്മളിപ്പോൾ അവിടെ മൊത്തവും കൂടെ 30,000 രൂപയാവില്ലല്ലോ, എന്തായാലും ഒരു 10 രൂപയുടെ ചായ അത് അതിൻ്റേതായ രീതിയിൽ അവിടെ നിന്ന് ഞാൻ സംസാരിച്ചു. അത് 30 പോയി 60 60 പോയിട്ട് ഒരു 5 ലക്ഷം രൂപ വരെ വന്നെത്തി. അതെല്ലാവരും ആ സ്ക്രീൻഷോട്ട് അതിൻ്റെ അകത്ത് ഹെൽത്ത് മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ വരെ ഇതിൻ്റെ അകത്ത് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിത് ആരോടാണ് പറഞ്ഞത്, അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതും കൂടി ഫുൾ വീഡിയോ കേട്ടിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പാവത്തുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം എനിക്കൊരു രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 10 പിള്ളേർക്ക് ഭക്ഷണത്തിനുള്ള വഴി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് 1000 രൂപ കിട്ടി, അല്ലെങ്കിൽ ഒരു 50,000 രൂപ കിട്ടി, ഒരുപാട് പേർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെയാ നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് 0 ബാലൻസ് ആണ്. ബാങ്ക് ബാലൻസ് 0 ബാലൻസ് ആണ്. എനിക്കതിൽ പറയുന്നതിന് കള്ളമൊന്നുമില്ല. പിന്നെ കിട്ടുന്നതിൻ്റെ ഒരംശം നമുക്കിപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിൽ നിന്ന് കിട്ടുന്നത്, ഞാൻ ജോലി ചെയ്തിട്ടാണെങ്കിലും കിട്ടുന്നതിൻ്റെ ഒരംശം 10 പേർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പറഞ്ഞ പോലെ വരുമാനം യൂട്യൂബിൽ നിന്നൊന്നും എനിക്ക് ഒരു വരുമാനവും ഇല്ല, ഒന്നുമില്ല. ഫേസ്ബുക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി, കിട്ടിയില്ലായി. ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അതുപോലെ തന്നെ കിട്ടിയാലായി, കിട്ടിയില്ലായി. കിട്ടുന്ന ഫോട്ടോഷൂട്ട് വഴിയാണ് നമുക്ക് ഓരോരുത്തർ കോസ്റ്റ്യൂം പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ആ രീതിയിലാണ്. കിട്ടുന്നതിൻ്റെ ഒരംശം പാവത്തുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൊടുക്കേണ്ട പബ്ലിസിറ്റി കൊടുത്ത് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. നമ്മളെ അറിയുന്നവർക്ക് അതറിയാൻ പറ്റും ഞാൻ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നാലും എൻ്റെ നല്ല ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അറിയാൻ ഞാൻ പബ്ലിക്കിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലഡ് ഉണ്ടായ സമയം മുതലാണ് ഞാൻ ഈ ഒരു ആ മേഖലയിൽ, ആ സമയത്താണ് ഈ മേഖലയിലേക്ക് ഞാൻ വന്നത്. അത് ലൈവായിട്ട് നമ്മളൊരു ഗോൾഡ് സൂക്കിലൊക്കെ അന്ന് ഞങ്ങൾ ആ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു പ്ലാൻ മൂവ് ചെയ്തത്. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂ ചെയ്തു പോകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയുന്നവർ ഇല്ലായ്മയിൽ ജീവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ ചെന്നിട്ട് നമുക്ക് ഭക്ഷണത്തിനാണെങ്കിലും അല്ലെങ്കിൽ മെഡിസിൻ മേടിക്കാനാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നെ കഴിവത് ഇപ്പം ഞാൻ വലിയൊരു കോടീശ്വരിയല്ല. ഇപ്പം എനിക്ക് 10,000 രൂപ കിട്ടിയാൽ അവർക്ക് അതിൻ്റെ ഒരു തുച്ഛമായ ഒരു എമൗണ്ട് അവർക്ക് ഞാൻ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. 10,000 കിട്ടിയാൽ 1000 കൊടുക്കും. 10,000 കിട്ടിയാൽ 1000 അല്ല, അതിനപ്പുറം ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹെൽപ്പ് ഇതല്ല, എന്നാലും എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു അംശം. കാരണം ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം, ഞാൻ ജീവിച്ച സാഹചര്യം, ഇതെല്ലാം കണക്കാക്കിയിട്ട് നമ്മളും അസുഖങ്ങൾ വരുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോൾ ചിലപ്പോൾ നമ്മളും ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ആ ഒരു മൈൻഡ് എനിക്ക് ഒരുപാടുണ്ട്. ഒരു ഇതാണ്, ഹെൽപ്പുള്ള ഒരാളാണ്. അതെ അതെ തീർച്ചയായിട്ടും. ഇതില് നല്ല ചതി ഉണ്ട്, അതായത് ഹെൽപ്പ് ചെയ്ത് ചതിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഞാൻ ചതിയിൽ പെട്ടിട്ടില്ല, അങ്ങനെ ചതിക്കാൻ നിന്ന് കൊടുത്തിട്ടുമില്ല. കാരണം നമ്മൾ ജെന്യൂൻ ആണെന്ന് കണ്ട് മനസ്സിലാക്കി ഇപ്പോഴും ഞാനൊരു 20 വീട്ടുകാർക്ക് ഭക്ഷണത്തിനുള്ള അതാത് മാസം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഇപ്പം എനിക്കിതിൽ പറയണം എന്നല്ല, നമ്മൾ ഒരാൾ ചെയ്യുന്നത് കണ്ട് മറ്റൊരാളും അതുപോലെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ചേട്ടാ ഞാൻ ഇന്ന പേർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കൊരു വീഡിയോ എടുത്തിട്ട്
കണ്ടന്റ് ആക്കി അത് ഇടാം എന്നുള്ളതല്ല. പക്ഷെ ഞാൻ കൊടുക്കുന്നത് 10 പേരെ അറിയാൻ. കാരണം ഇവളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്, ഇവൾക്ക് വേറൊന്നും ഒരു പരിപാടിയില്ല. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും ഞാൻ അവർക്ക് സഹായിക്കുന്നതെന്ന് പറയുന്നത്. ഇതെന്റെ മോനെന്ന് പറയാം. ഇതിനെ എനിക്ക് ഒരു 1.5 മാസമായിട്ട് കിട്ടിയതാണ്. ഇതെന്റെ പെറ്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ 2 പേരും കൂടി ഷൂട്ടിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഇതിനെ കൊണ്ട് വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്റെ മോനാണ്. ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് മോശം പറയാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടി കൊള്ളും. വൃത്തികേടുകൾ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ 1.5 മാസമായപ്പം വന്ന ആളാണ്. പിന്നെ എന്നാ പറയുക, ഇതെന്റെ ഒരു മോനായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഇതെന്റെ കുട്ടിയാണ് മിലോ. ഇപ്പൊ തന്നെ കാര്യം കണ്ടില്ലേ. എന്റെ ജീവിതത്തിൽ ഇന്നു വരെ പെറ്റ് എന്ന് പറയുന്ന പട്ടികൾ, പൂച്ചകൾ, ഇതിനെന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ഇതിന്റെ പൂടകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു. അങ്ങനെ തുമ്മലൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഇവനെ കയ്യിൽ കിട്ടിയ അന്നാൾ മുതൽ ഇവൻ എൻ്റെ പെറ്റാണ്. സത്യത്തിൽ എന്താണ്, ഇൻഫ്ലുവൻസർ ആണോ, മൂവി മേഖലയാണോ, എങ്ങനെയാണ്? എല്ലാം കൂടി എല്ലാം കൂടി എന്ന് പറയുമ്പോ ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മേഡം പോകും? എങ്ങോട്ട് വിളിച്ചാല്? പടത്തിലൊക്കെ അഭിനയിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു വേറെന്താണ് വിളിച്ചാല്. പടത്തിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചു. പടത്തിൽ എന്നെ അങ്ങനെ വിളിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അവത്തവശാലെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ. അവരോട് അഭിനയിക്കാൻ താല്പര്യമില്ലാത്തണ്ടോ? നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ഒന്നുമില്ല. എന്നാ കൂടി നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്, സ്വാഭാവികം. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഗസ്റ്റ് ഉള്ളൊരു എന്താ പറയുക, നോക്കൂത്തിയായിട്ട് വിളിച്ചാലും ഞാൻ പോകും. പക്ഷെ നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ലല്ലോ, വിളിച്ചാൽ എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു സെൽഫി എടുക്കാം, അന്ന് അങ്ങനെ ചോദിക്കണമായിരുന്നു. പക്ഷെ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഹരമാണ്. അതിൻ്റെ അകത്ത് ഒരു നോക്കൂത്തിയുടെ വേഷം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ പോയി അഭിനയിക്കും. കിട്ടിയ ചാൻസും മുതലാക്കും. പക്ഷെ അവസരം നമ്മളെ കിട്ടാറില്ല, വിളിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. അങ്ങനെ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇടാ മോനെ, നീ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ആക്ഷേപിക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അല്ല, ആരേലും ഈ ചോദ്യങ്ങൾ എന്റെ പ്രേക്ഷകർ കാണുമ്പോൾ അവരെന്നെ വേറെ വിധത്തില് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ്. അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരെ പോലെയും എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പൃഥ്വിരാജ് എന്നെ വിളിക്കുന്നു. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ ട്രോളും. അങ്ങാരുടെ ഫാൻസുകാർ എന്നെ ട്രോളും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഓരോ ആൾക്കാർക്കും എല്ലാ മനുഷ്യരെയും പോലെ എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, നമുക്ക് അവസരം കിട്ടുന്നത് ഇപ്പം കിട്ടിയാൽ പോയി അഭിനയിക്കും. അവസരം കിട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യരാണ്. അപ്പം ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. കിട്ടിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ വരുമാന മാർഗം വേറെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏണിങ് മണി ഉണ്ടാക്കുന്നുണ്ട്. ഏണിങ് മണി മീൻസ് ഫോട്ടോഷൂട്ട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതിൻ്റെ അകത്തുനിന്ന് തുച്ഛമായിട്ട് എന്തെങ്കിലും കിട്ടും. ഇതൊക്കെ കിട്ടി അങ്ങനെ അങ്ങ് പോകണു. അതിൻ്റെ അകത്ത് നമുക്ക് അവസരങ്ങൾ എന്നെ തേടി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കിട്ടിയാൽ അവസരത്തിൽ പൊതുവേ ചെയ്യും. ബിഗ് ബോസ് കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകൂല, താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. കാരണം അതിൽ പോയിട്ട് ഉള്ള ജീവിതവും കൂടെ കൊഞ്ഞാട്ടയാക്കി കളയാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ല, അതിലേക്ക് ഇറങ്ങാനേ താല്പര്യമില്ല. ഇല്ല. കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കേണ്ടതായ രീതിയിൽ സംസാരിച്ചത് ഒഴിവാക്കി വിടാനാണ് താല്പര്യം. അത്രേ ഉള്ളൂ. നമ്മൾ ഈ പടങ്ങളെ കുറിച്ച് പറയില്ലേ, വടയക്ഷി ഞാൻ നന്ദകുമാർ എന്ന് പറയുന്ന ആളുടെ കൂടെ, ഡയറക്ടർ, പുള്ളിയുടെ കൂടെ ഞാനത് OTT പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടൊരു മൂവിയാണ്. കുഴപ്പമില്ലാത്ത ആവറേജ് എമൗണ്ട് അവർക്ക് കിട്ടി. പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ലൊരു. ഞാൻ തന്നെയായിരുന്നു വടയായിട്ട് വന്ന വടയക്ഷി. വൺ ലൈൻ സ്റ്റോറി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഡയറക്ടറിനോട് ചോദിക്കണം. അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ട്, അവർ ടീമുകളുണ്ട്. അതിൻ്റെ അകത്ത് നമ്മളത് OTTയിൽ കിടക്കുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ അത് അവരോട് ചോദിക്കാതെ ഞാൻ അത് പറയുമ്പോൾ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അവരുടെ അനുവാദത്തോടെ ഫസ്റ്റ് എന്നോട് വിളിച്ചപ്പോൾ നിങ്ങളത് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് വന്നിട്ട് പറഞ്ഞേനായിരുന്നു. വട കാണിക്കുന്ന വടയക്ഷി, വട എന്ന് പറയുമ്പോൾ ഉഴുന്നുവട കാണിക്കുന്ന വടയക്ഷി, കണ്ടന്റ് അത്രേ ഉള്ളൂ.
ഒരു വടയും കാണിക്കുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന വട ഇതാണെന്നും പറഞ്ഞാൽ വടയും കാണിക്കുന്നുണ്ട്. അത് ഇങ്ങനത്തെ ഫിലിം മീൻ ബിക്കിനായിട്ട് തന്നെയാണോ? അതിൽ ബിക്കിനി ഉണ്ട്, നൂഡുണ്ട്, എല്ലാം മിക്സഡ് ആണ്. അതൊരു വടയാണ്. ആ വട അത് നിങ്ങൾ OTT-ലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പോയി കണ്ടിട്ട് മറുപടി പറയാം. അതിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ആൾക്കാര് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സൂപ്പർ. അതിന്റെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അതിൻ്റെതായ ഇൻകം കിട്ടി, അവരുടേതായ ഇതിൽ പോയി. അതെ. അത് എനിക്കറിയില്ല, അത് അവർക്കേ അറിയത്തുള്ളൂ, ഡയറക്ടർക്ക്. ഞാനിത് കയറി കണ്ടിട്ടില്ല. ഇല്ല പടം കണ്ടിട്ടില്ല. ഇല്ല, അതങ്ങനെയാണ്, കണ്ടിട്ടില്ല. കുറച്ച് നമ്മൾ യൂട്യൂബിലും എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ കണ്ടു. അതല്ലാതെ മൊത്തം കൂടെ പോയിരുന്നിട്ട് ഞാൻ അഭിനയിച്ച കോമാളിത്തരം കാണണ്ടെന്ന് വെച്ചിട്ട് അഭിനയിച്ച പടങ്ങൾ കണ്ടിട്ടുണ്ട്, വടയക്ഷി കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അഭിനയിച്ചത് തിയേറ്ററിൽ പോയിട്ട് സവാരി, പിന്നെ ഇതൻ കാതൽ പുസ്തകം എന്ന് പറയുന്ന തമിഴിലെ മൂവി, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വടയക്ഷി OTT-ലാണ് ഞാൻ കണ്ടില്ല. അതിന്റെ ക്ലിപ്പുകളല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഏത് കാലത്ത് അതിന്റെ വയസ്സ് ഞാൻ എന്തായാലും വയസ്സായിട്ടില്ല. ഇടത്തരം ഒരു 3 വർഷത്തിന് മുമ്പ്. നമ്മളെ അത് മറ്റേ സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, ഒരവസരമുണ്ട് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ടീം അങ്ങനെ വന്നു, അങ്ങനെ കുഴപ്പമില്ല, നല്ലായിരുന്നു. നമ്മൾ ജോലി ചെയ്തതിന്റെ പേയ്മെന്റ് കിട്ടി. ഒരു 7-8 ദിവസം ഉണ്ടായിരുന്നു അതിൻ്റെതായ വരുമാനം. നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയത്. അതെ. നായികയുടെ കൂട്ടുകാരിയായിട്ട്. മലയാളിക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടോ? എടാ, നീ ഒരു മലയാളിയാണ്. അപ്പൊ ഞാൻ ഈ ഡ്രസ്സിൽ ഇവിടെ വന്നിരിക്കണു, നിനക്ക് എന്നോട് അങ്ങനെ എന്തെങ്കിലും ലൈംഗികത തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ അതെന്താണ് അപ്പൊ നീ അങ്ങനെ പറഞ്ഞതില് എനിക്ക് അത്ര ഇത് തോന്നുന്നില്ല. നമ്മൾ മലയാളികളെ ഒരിക്കലും മോശക്കാരെന്ന് ഞാൻ പറയില്ല. കാരണം ഒരുപാട് ആൺസുഹൃത്തുക്കളും പെൺസുഹൃത്തുക്കളും എനിക്കുണ്ട്. പബ്ലിക്കിൽ പോയാൽ ഞാൻ ബിക്കിനി ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പൊ ഞാൻ പബ്ലിക്കിൽ പോകുമ്പോൾ എന്നോട് ആ ഒരു രീതിയിലല്ല അവർ സംസാരിക്കുകയും കാണുകയും ചെയ്യുന്നത്. ചേച്ചി എന്ന് പറയുമ്പോൾ ഇന്ന് വർക്കൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ എന്നെ മോശക്കാരിയായിട്ട് കണ്ടിട്ടാണോ അവർ ആ വർക്കൊന്നും ഇല്ലായിരുന്നോ ചേച്ചി എന്ന് ചോദിക്കുന്നത്? അല്ല, നല്ലൊരു സൗഹൃദം വെച്ചിട്ടാണ് അവർ ചോദിക്കണേ. അപ്പൊ മലയാളികളിൽ സോഷ്യൽ മീഡിയകളിൽ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ 5% ഓരോരുത്തർക്ക് യൂട്യൂബിനും സോഷ്യൽ മീഡിയകൾക്കും റീച്ചിന് വേണ്ടിയിട്ട് ചില അവയവങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് റീച്ച് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ചിലപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോകൾ കാണുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോകൾ പകുതി ഓരോരുത്തടത്തും കൊണ്ടുവന്നിട്ടത് ഞാൻ പിന്നാണ് കാണുന്നത്. ഇതിന് നമ്മൾ റിപ്പോർട്ട് അടിക്കാൻ പോകുന്നുണ്ട്. റിപ്പോർട്ട് അടിച്ചാലും ചിലപ്പോൾ ഈ പിക്ചേഴ്സുകൾ പോകത്തുള്ളൂ. അപ്പം നമ്മൾ മലയാളികളെ എന്ന് പറയുമ്പോൾ ഞാനും അതിലൊരു മലയാളിയാണ്, ഈ നിൽക്കുന്ന ആൾക്കാരും മലയാളികളാണ്. അപ്പോൾ അവർക്ക് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ്സിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ വികാരങ്ങളും എല്ലാം ഉള്ള മനുഷ്യർ തന്നെയാണ്. ഒരു ആണുങ്ങൾക്കും വികാരങ്ങളില്ല എന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വികാരമില്ല, ഇതൊന്നും നമ്മളവിടെ പറയണില്ല. ഇപ്പം നമ്മൾ ഈ ഫോക്കസ് ചെയ്യുന്ന ചാനലുകാരെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിൻ്റെ അകത്ത് എന്തോരം പേര് കട്ട് ചെയ്ത് ഒരുപാട് വീഡിയോകൾ കൊണ്ടിടുന്നുണ്ട്. അല്ലാതെ എനിക്ക് മലയാളികൾ ലൈംഗിക ദാരിദ്ര്യം ഉള്ളവരാണ് അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം ഇതാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഒരിക്കലും മലയാളികളെ ഞാൻ മോശമായിട്ട് പറയില്ല. ഞാനൊരു മലയാളി, ഒരു ഇന്ത്യൻ എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കൂടുതൽ കുറച്ച് ഈ സോഷ്യൽ മീഡിയകളിലുണ്ടല്ലോ കാണിച്ചു ജീവിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികം മനുഷ്യരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവരവരുടെ ഷൂട്ടുകൾ ചെയ്യുന്നു, അവർ ഇന്നേഴ്സിൽ വരുന്നു, അല്ലെങ്കിൽ അവർ കാണിച്ചു ജീവിക്കുന്നു, അത് അവരുടെ വ്യക്തിപരമായ കാര്യം. ഇതിന്റെ അകത്ത് എല്ലാവരുടെയും ഇതിന്റെ അകത്ത് പോയിട്ട് ഞാൻ ചകഞ്ഞിട്ട് എനിക്ക് നോക്കാൻ പറ്റില്ല. കൂടുതലായിട്ട് കാണുന്നുണ്ട്, അതിനെ കുറിച്ച് കൂടുതൽ കാണുന്നു എന്ന് പറയുമ്പോൾ മീൻസ് എന്നാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാരി എടുത്താലും വയറ് കാണിച്ചിട്ട് റീൽ ചെയ്യണവരുണ്ട്. ഞാൻ എന്റെ വയറ് കാണിക്കണം, എനിക്ക് വയറ് ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വയറിൽ സ്ട്രെച്ച് മാർക്ക് ഇല്ല, ഞാൻ വയറ് ഫോക്കസ് ചെയ്യുന്നു, സ്വാഭാവികം. എൻ്റെ കാല് നല്ല ഭംഗിയുള്ള കാലിൻ്റെ വിരലാണ്, അപ്പം ഞാനത് ഫോക്കസ് ചെയ്യുന്നു. എൻ്റെ കയ്യിലെ നഖം എനിക്ക് ഫോക്കസ് ചെയ്യും, ഞാൻ പലതും ഫോക്കസ് ചെയ്യും. അതിൻ്റെ അകത്ത് കാണേണ്ട കാര്യങ്ങൾ ഞാൻ ആരെയും കൊണ്ട് കാണിക്കണില്ല. അപ്പം ഇത് കണ്ടിട്ട് മലയാളികൾ ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. അത് പറഞ്ഞത് മോശമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. നീ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇൻസൾട്ട് ചെയ്തല്ല. നമ്മൾ ഇന്നത്തെ തലമുറയെ കുറിച്ചാണ്. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഇവരാരും കണ്ണുപൊട്ടന്മാരല്ല,
സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ള ഇതുണ്ട്, അവരെല്ലാവരും ഓരോരുത്തർക്കും കാണുന്നതുണ്ട്. നിനക്ക് വഴിതെറ്റണമെങ്കിൽ നീ വഴിതെറ്റുക, വേണ്ടെന്ന് തീരുമാനിച്ചാൽ അവർ വഴിതെറ്റില്ല. ഒരാളെയും കൊണ്ടുവന്നിട്ട് നീ എൻ്റെ കണ്ടന്റ് കാണുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികൾ കൊണ്ടുവന്നിട്ട് എൻ്റെ നേവൽ കാണുന്ന ഒരാളും പറയണില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴല്ലേ ഇത് കാണുന്നുള്ളൂ. അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് ഓരോ വീഡിയോകളും ഓരോരുത്തടുത്ത് വരുമ്പോഴാണ്. പക്ഷെ ഇതിൻ്റെ ലെങ്ത് വീഡിയോകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണും. ഇതാരും പോയി കാണാൻ പോകുന്നില്ല. ചെറിയ ചെറിയ ക്ലിപ്പുകൾ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ കൂടുതലും കേരളത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെ കുറിച്ചിട്ട് വലിയ വിശദീകരണം എനിക്കിപ്പോ തരാൻ താല്പര്യമില്ല. കാരണം അല്ല, എന്നാ കൂടുതൽ കാണില്ലോ അച്ഛനായാലും മകളെ കാണുന്നതാണ്. അതിന് മറ്റേ ഡ്രഗ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ അവർക്ക് മാനസികമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നം ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ഗവേഷണം ഓൾറെഡി നടത്തിയിട്ട് വന്ന് ഇതുപോലൊരു ഇന്റർവ്യൂസിൽ പറയൂ. ഉറപ്പാണ്, തീർച്ചയായിട്ടും നെക്സ്റ്റ് ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയാം. കാരണം ഇതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ വല്ല വിടുവത്തരം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്, കാരണം ഞാനൊരു മലയാളിയാണ്, കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോജിക്കായിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണു. അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും ഒരു ഇതുമില്ല. നമുക്ക് സോഷ്യൽ മീഡിയകൾ നമ്മൾ ഓരോ ദിവസവും കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം കൂടുതൽ എനിക്കിതിനെ കുറിച്ചിട്ട് സങ്കടമാണ്, അല്ലെങ്കിൽ നമുക്ക് മറുപടി പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ഒന്നും ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല. ഈ ഇൻബോക്സിൽ വന്നിട്ട് കുറേ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടോ, അശ്ലീലമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് മൈൻഡ് ചെയ്യാൻ പോകാറില്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ഫേക്ക് ഐഡികൾ വന്നിട്ട് അത് ഇത് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ അതിന് മൈൻഡ് ചെയ്യാൻ റിപ്ലൈ കൊടുക്കാൻ നിന്നാലല്ലേ അതിന് സമയം ഉണ്ടാകുള്ളൂ. എനിക്കിപ്പോൾ അതിന് സമയമില്ല. നേരിട്ടായാലും വന്ന് ചോദിച്ചിട്ടുണ്ടോ താല്പര്യമുണ്ടോ? എങ്ങനെ അതെന്തോന്നടാ കുഞ്ഞു, നീ എന്നെ ഇങ്ങനെ വിളിച്ചിരുത്തി കുറെ നേരം കൊണ്ട് ആക്ഷേപിക്കുകയാണ്. എന്നാലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? എന്നോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊടിക്കുഞ്ഞല്ല. നമുക്ക് പറയാനുള്ള കാര്യപ്രാപ്തിയുള്ള ഒരാളാണ്. ഏതിനും യെസ്സോ നോയോ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. അതിന് മറുപടി കൊടുക്കാനുള്ള പക്വത എനിക്കുണ്ട്. അതവിടെ തീർന്നു. അങ്ങനെ ആരും ചോദിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചേട്ടാ അതാ വായോ എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ നിൽക്കാറില്ല. ഇങ്ങോട്ട് ആര് ചോദിക്കാൻ? സോഷ്യൽ മീഡിയകളിൽ ഓരോരുത്തരും കടന്ന വിടുവത്തരങ്ങൾ വിളിച്ചു പറയും. സോഷ്യൽ മീഡിയ അല്ലാണ്ട് നമ്മളിപ്പോ ഷൂട്ടിനൊക്കെ പോകുമ്പോഴായാലും അങ്ങനെ ഒരാൾ പറയാനായിട്ട് ഞാൻ നിന്ന് കൊടുക്കാറില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, ജോലി കഴിഞ്ഞു പേയ്മെന്റ് മേടിക്കണു, എൻ്റെ വീട്ടിൽ പോകണു. അല്ലാതെ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വരാൻ ചേട്ടാ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കാൻ ഞാൻ നടക്കാറില്ല. ഒരിടത്തും ഒരാളും പറയില്ല. കാരണം എന്നെ അതിനൊന്നും കിട്ടില്ല. ജീവിതത്തിൽ ഇങ്ങനെ അഫെയർ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ചിരിപ്പിച്ച് കൊല്ലരുത്. അതാ ഞാൻ പറഞ്ഞത്, എന്നെ ചിരിപ്പിച്ച് കൊല്ലരുത്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. എല്ലാം ആ ഒരു വഴിയിൽ അങ്ങ് പോയി, എല്ലാം കളഞ്ഞു. ദൈവത്തിൽ എങ്ങനെ വിശ്വാസമൊക്കെ ഉണ്ടോ? ഈശ്വര ഭക്തി ഭയങ്കര ഉള്ള ഒരാളാണ്. ജാതി മത ഭേദമന്യേ ഭക്തിയുള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ഇന്ന മതം ഇന്ന ജാതി ഒരാളെയും ഞാൻ വേർതിരിച്ച് കാണാറില്ല. എനിക്ക് എല്ലാ മനുഷ്യരെയും ഒരുപോലെയാണ് ഞാൻ കാണുന്നത്. ജാതി മത വേർതിരിവില്ലാത്ത ഒരു വ്യക്തി. ഇപ്പം എനിക്ക് ദൈവങ്ങളെ എല്ലാവരെയും ഇഷ്ടമാണ്. ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ദൈവത്തെ വിളിച്ചാൽ ദൈവം കേൾക്കും. അമ്പലങ്ങളിൽ പോയാലും മറ്റുള്ള ഇതിൽ പോയാലും ദൈവം തമ്പുരാൻ നമുക്ക് കേൾക്കേണ്ടതെല്ലാം കേട്ട് നമുക്ക് വഴിയൊരുക്കി തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ജാതി മത അടിസ്ഥാന രഹിതം ഒന്നിലും ഞാൻ വെക്കുന്നില്ല. എല്ലാ മതങ്ങളിലും എനിക്ക് വിശ്വാസം. കൂടുതൽ ബിക്കിനി ഷോട്ടുകളുള്ളതാണ്. അപ്പൊ ഏതിലും ബ്രാൻഡായിട്ട് വല്ല ടൈപ്പ് ആയിട്ട് വല്ല ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഏതിൽ കൂടുതലും വിളിക്കാൻ അങ്ങനെയൊന്നും? കൂടുതൽ വിളിക്കാൻ മീൻസ് മനസ്സിലായില്ല. അല്ലെ, മീൻസ് ഫോട്ടോ ഷൂട്ടുകളേ അവര് കോസ്റ്റ്യൂം തരുന്നു, നമ്മളത് ചെയ്യുന്നു. പിന്നെ വി സ്റ്റാർ ചെയ്യുന്നുണ്ട്, ബ്ലോസം ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. വി സ്റ്റാർ ഒക്കെ ചെയ്യണ്ട, ടൈപ്പിലാണോ അമ്മാതിരി. മേഡം ശരിക്കും ഒരു ലെസ്ബിയൻ ആണെന്ന് കേട്ടല്ല, അത് സത്യം? പൊന്നു കൊച്ചേ, ഞാൻ 2 or 3 ഷൂട്ടുകൾ ലെസ്ബിയൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ലെസ്ബിയൻ അല്ല. പിന്നെ അതിൽ അങ്ങനെയുള്ളവരെ ഞാൻ ഒരിക്കലും മോശക്കാരായിട്ട് പറയണമില്ല, ഒന്നുമില്ല. ഞാൻ ഒരു ലെസ്ബിയൻ അല്ല. ഞാൻ സാധാരണ ഒരു സ്വാഭാവികം. പക്ഷെ ഞാൻ ലെസ്ബിയൻ അല്ല. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഒരു ഇതായിട്ട് വേണമെങ്കിലാകാം. എന്നെ ഞാൻ പറയുന്നുള്ളൂ. അത് കണ്ടന്റ് ഷൂട്ട് അല്ലാതെ ഞാൻ ലെസ്ബിയൻ അല്ല. ഷൂട്ടിന്റെ കാര്യത്തിൽ നമ്മൾ വേണമെങ്കിൽ അങ്ങനെ അതേ ഉള്ളൂ. അതൊരു കണ്ടന്റ് ബേസിലാണ്, അല്ലാതെ ഞാൻ ലെസ്ബിയനോ അങ്ങനെയുള്ള ഒരാളല്ല. സാധാരണ ഒരു ഇതായിട്ട് തോന്നുന്നു. ഷൂട്ടുകളായിട്ടും
അതിന്റെ കാര്യങ്ങളായിട്ട് ഷൂട്ടിന്റെ ഇതായിട്ട് കാണണോ, ഞാനായിട്ട് പോകണു, അത്രേ ഉള്ളൂ. ഷൂട്ട് കഴിയുന്നു, ഞാൻ വീട്ടിൽ വരുന്നു. അതിൻ്റെ അകത്ത് ഇപ്പോൾ ലെസ്ബിയൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലെസ്ബിയൻ ആവുമോ? ഒരിക്കലും ആവില്ല. അതൊരു കണ്ടന്റ് ആണ്. അതിനോട് എങ്ങനെ താല്പര്യം, ഇങ്ങനെ മീൻസ് ഓപ്പോസിറ്റ് ആണോ? മനസ്സിലായില്ല. ഈ ലെസ്ബിയൻ എന്നുള്ള സംഭവേ താല്പര്യമുള്ള കേസാണോ? ഈ എൻ്റെ പൊന്നെ വെറുതെ വിട്ടേര്. എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമൊന്നും ഇല്ല എൻ്റെ പൊന്നെ. ഈ തലമുറയിൽ ഇങ്ങനെ നടക്കുന്ന കാശലായിട്ടാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് തലമുറകളിൽ എന്ത് ഇത് LGBTQ അങ്ങനെയൊന്നും ഞാനൊന്നും നോക്കാറുമില്ല. എനിക്കതൊന്നും സമയവുമില്ല. ഞാൻ എൻ്റെതായ ഇതിൽ ആ വേട് ഇപ്പം ഞാൻ കേൾക്കണു. കൂടുതൽ നമ്മൾ കേട്ടിട്ടില്ലേ? അതിപ്പം ഞാൻ കേൾക്കണു. ഇപ്പൊ കേട്ടുള്ളൂ, അല്ലാണ്ട് കേട്ടിട്ടില്ല. ഇത്ര നേരം നമ്മളിവിടെ ചെലവഴിച്ചതിന് നന്ദിയുണ്ട്. മേഡത്തിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ അല്ലേ? താങ്ക് യു. നന്ദി, നമസ്കാരം. ഓക്കെ.